അടുത്തവൻ്റെ നാശത്തിന് വിരൽ ചൂണ്ടുന്നവനാരോ അവന് ലഭിക്കുന്നത് സർവനാശം എന്നാണ്. അതായത് മറ്റൊരാളുടെ നാശത്തിന് വേണ്ടിയിട്ട് നമ്മൾ ആരെങ്കിലും ശ്രമിച്ചാൽ നമുക്കുണ്ടാകുന്നത് സർവനാശമാണ്. അല്ലേ? അപ്പം നമ്മൾ ചിന്തിക്കും, നമ്മളെ ഒരുപാട് ദ്രോഹിച്ച അല്ലെങ്കിൽ വേദനിപ്പിച്ച ആളുകളൊക്കെ ഇല്ലേ, അവർക്കൊക്കെ എന്തുകൊണ്ടാണ് ഒരു മോശം സമയം വരാത്തത്? അവർക്കുള്ള സമയം വരും അല്ലേ? അവരിപ്പോൾ അനുഭവിച്ചിരിക്കുന്നത് നല്ല സമയമാണ്, അത് കഴിയുമ്പോൾ അവർക്ക് മോശമായൊരു സമയം വരും. നമ്മൾ പലപ്പോഴും ചിന്തിക്കും, നമ്മളിങ്ങനെ ഈശ്വരനെ കുറ്റപ്പെടുത്തും, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? അവരുടെ ജീവിതത്തിലല്ല സന്തോഷം, നമ്മുടെ ജീവിതത്തിൽ നമ്മളെ ദ്രോഹിക്കുന്നവർക്ക് സന്തോഷം മാത്രം, നമുക്ക് മാത്രം എപ്പോഴും ദുഃഖം എന്ന് നമ്മൾ അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്തിനാണ് അനാവശ്യമായി അങ്ങനെ ചിന്തിക്കുന്നത്? ആ സമയത്ത് നമുക്ക് ചിന്തിക്കാം, എനിക്ക് എന്ത് പ്രശ്നം വന്നാലും അതിനെയൊക്കെ തരണം ചെയ്യാനുള്ള മനഃശക്തി, മനസ്സിന് ധൈര്യം ആരും പലപ്പോഴും നമ്മുടെ ഒപ്പം കാണത്തില്ല. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഒന്ന് ഫോൺ ചെയ്ത് പോലും ചോദിക്കാൻ നമുക്ക് ആരും കാണില്ല. ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ ആരോടും പറയുന്നതുമില്ലായിരിക്കാം. പക്ഷേ നമ്മളെ അതിനെല്ലാം തരണം ചെയ്യാനായിട്ട് നമ്മുടെ മനസ്സിന് ശക്തി തരുന്ന ഒരു അദൃശ്യ ശക്തി ഈ പ്രപഞ്ചത്തിലുണ്ട്. കുറേ ആളുകൾ പറയും, എന്താണ് ഈശ്വരനില്ല, ഇതൊക്കെ ഒരു വിശ്വാസമാണ്, വെറുതെ കല്ലാണ്, മണ്ണാണ്, മരമാണ്, തടിയാണ് എന്നൊക്കെ പറയും. ഇതെന്തുമായിക്കൊള്ളട്ടെ, ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്ന വിശ്വാസമുള്ളവരുടെ ഒപ്പമോ വിശ്വാസമില്ലാത്തവരുടെ ഒപ്പം നിൽക്കുന്നില്ല. പക്ഷേ ഈ പ്രപഞ്ചത്തിലൊരു ശക്തി ഉണ്ട് എന്നതിൽ ആർക്കും ഒരു വ്യത്യാസവും കാണില്ല ചിന്തയിൽ. കാരണം ഉള്ളതാണ്, ഒരു ശക്തിയുണ്ട്, പ്രപഞ്ചത്തിലൊരു ശക്തിയുണ്ട്. ഒരു ശക്തിയും ഇല്ലാതെ നമ്മൾ ഈ ഇങ്ങനെ ഒരു ലോകം ഉണ്ടാവില്ലല്ലോ അല്ലേ? വെള്ളത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു, അതൊരു ശക്തിയല്ലേ? ഇതൊക്കെ ആര് കണ്ടുപിടിച്ചു അല്ലേ? ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നു അല്ലേ? അതൊക്കെ എങ്ങനെയാണ്? തിരമാലയിൽ നിന്ന് അല്ലേ? അങ്ങനെ മനുഷ്യർ ഓരോ കണ്ടുപിടുത്തങ്ങൾ നടത്തുകയാണ്. അതിലെല്ലാം എന്താണ്? ഒരു ശക്തിയാണുള്ളത്. ആ ശക്തിയിൽ നിന്നാണ് ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല വസ്തുക്കളും അല്ലെങ്കിൽ പല ഉപകരണങ്ങളും നമുക്ക് ഉപയോഗിക്കാനായിട്ട് സഹായമാകുന്നത് ഒരു ശക്തി തന്നെയല്ലേ? അപ്പോൾ ഈ പ്രപഞ്ചത്തിന് മൊത്തത്തിലൊരു ശക്തിയുടെ സ്വാധീനമുണ്ട്. ആ ശക്തി നമ്മൾക്ക് ഒപ്പം പലപ്പോഴും അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നിൽക്കാറുണ്ട് ഇല്ലേ? ഇപ്പം നമ്മൾ വൈദ്യുതി ഉപയോഗിക്കുന്നു, നമുക്ക് വെട്ടം തരുന്ന കാര്യമൊക്കെ ശരിയാണ്. പക്ഷേ ചില സമയങ്ങളിൽ ഈ വൈദ്യുതി മൂലം എന്തോരം അപകടങ്ങൾ ഉണ്ടാകുന്നുണ്ട്, എത്രയോ പേരുടെ ജീവൻ നഷ്ടപ്പെടുന്നുണ്ട് അല്ലേ? അപ്പോൾ നമ്മൾ അങ്ങനെ പറയുകയാണെങ്കിൽ അങ്ങനെ പറയാൻ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. മനുഷ്യരുടെ കാര്യം നമുക്ക് പറയാം. ചിലർക്ക് ഈ അയൽക്കാരെ ശത്രുവായിട്ട് കാണുന്ന സ്വഭാവമുണ്ട്. ഈ വഴിത്തർക്കം, അതിര് തർക്കം, ഇതെല്ലാം ആകുമ്പോഴത്തേക്ക് ഈ തർക്കം എന്ന് പറയുമ്പോൾ ഒരാൾക്കെതിരെ ഒരാൾ നിലകൊള്ളുക എന്നുള്ളതാണ്. ഒരാൾ എതിരായിട്ട് സംസാരിക്കാൻ ഒരാൾ നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അവിടെ ഒരു തർക്കമാണ്. അപ്പം ഇപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ കാര്യം പറയണമെങ്കിൽ എന്നെ എതിർത്ത് ഒരാൾ സംസാരിച്ച് കഴിഞ്ഞാൽ എനിക്ക് സത്യമായിട്ട് അയാളോട് ദേഷ്യം തോന്നും. അത് എല്ലാ മനുഷ്യർക്കും അങ്ങനെയാണ് അല്ലേ? ഞാൻ എന്നെ ഉദാഹരണം വെച്ച് പറയുകയാണ് കേട്ടോ. അപ്പം സ്വാഭാവികമായിട്ടും എന്നോട് എതിർത്ത് സംസാരിക്കുന്നതോടെ എനിക്ക് ദേഷ്യം വരും. എന്തിനാ എന്നോട് എതിർത്ത് സംസാരിക്കുന്നത്? ഞാൻ പറഞ്ഞൊരു കാര്യമല്ലേ എന്നൊക്കെ ചിന്തിക്കും. അപ്പോൾ എനിക്കെതിരെ പ്രവർത്തിക്കുന്നതും ചിന്തിക്കുന്നതുമായിട്ടുള്ള വ്യക്തികളെ ഞാൻ ശത്രുവായിട്ട് കാണും. എന്നെ അനുകൂലിക്കുന്നവർ എൻ്റെ ബന്ധുവായിട്ടും സ്വന്തമായിട്ടും ഒക്കെ എനിക്ക് തോന്നും. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, പലപ്പോഴും നമുക്കെതിരെ നിൽക്കുന്നവരുടെ മനസ്സിൽ ചിലപ്പോൾ നമ്മളോട് അധികം ദേഷ്യമൊന്നും കാണില്ല. കാര്യം പറഞ്ഞു ഉള്ള കാര്യം തിരിച്ചും പറഞ്ഞു എന്നാണ്. പക്ഷേ നമ്മുടെ ഒപ്പം നിൽക്കുന്ന ചില മനുഷ്യർക്ക് മനസ്സിൽ അവർക്ക് നമ്മളോട് ചിലപ്പം എന്തെങ്കിലുമൊക്കെ വൈരാഗ്യങ്ങളോ ദേഷ്യങ്ങളോ ഒക്കെ കാണും. പക്ഷെ അവർ പുറമേ കാണിക്കാതെ ഇരിക്കുന്നതായിരിക്കും അല്ലേ? അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട്. അപ്പോൾ നമ്മൾ മറ്റൊരാൾക്ക് എതിരെ അവരുടെ നാശം കാണണമെന്ന് മനസ്സിൽ കരുതിക്കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്കും ഒരു നാശം, അതും സർവ്വനാശം ഉണ്ടാകും.
ഇതിനൊരു മാറ്റമില്ല. ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ സർവനാശം ഉറപ്പാണ് നമ്മൾക്ക് അങ്ങനെ ഒരു ചിന്തയുണ്ടെങ്കിൽ. നേരെ മറിച്ച് നമ്മളെ ദ്രോഹിക്കുന്നവർക്കെതിരെ നമ്മളൊന്നും കൂടുതൽ പറയാതെ നമ്മളുടെ പ്രശ്നങ്ങൾ നേരിട്ട് നമുക്ക് ആ പ്രശ്നങ്ങളെ നേരിട്ട് അതിലൊരു വിജയം നേടാനോ അതല്ലെങ്കിൽ ഈ പ്രശ്നങ്ങളെയൊക്കെ ഉൾക്കൊള്ളാനുള്ള ഒരു മനസ്സ് ഉണ്ടാവാനോ എങ്ങനെയെങ്കിലും ഈ പ്രശ്നങ്ങൾ തരണം ചെയ്ത് ജീവിതം സമാധാനത്തോടുകൂടി മുന്നോട്ട് പോകുവാനും ഒക്കെ വേണ്ടിയിട്ട് ആ സമയത്ത് പ്രാർത്ഥിക്കാം. അല്ലെങ്കിൽ മനസ്സിന് ശാന്തത കൈവരാനായിട്ട് ശ്രമിക്കാം. അല്ലാതെ ആ സമയത്ത് നമ്മൾ മറ്റൊരാളെ ദേഷ്യത്തോടുകൂടി കുറേ നേരം വർത്തമാനം പറഞ്ഞിട്ട് അല്ലെങ്കിൽ പ്രാർത്ഥിച്ചിട്ട് അല്ലെങ്കിൽ വിളക്ക് കത്തിച്ച് വെച്ചിട്ട് അവൻ ചത്തുപോണേന്നോ അവൾ ചത്തുപോണേന്നോ അങ്ങനെയൊക്കെ മോശം സംഭവിക്കണേന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ പോസിറ്റീവ് അല്ല ഉണ്ടാകുന്നത്, നെഗറ്റീവ് ഊർജത്തിൻ്റെ അങ്ങേ അറ്റം വരെ വന്ന് നിൽക്കും. കാരണം നമുക്ക് ആ പ്രാർത്ഥനയെന്ന് പറയുമ്പോൾ നമുക്ക് നമ്മുടെ മനസ്സിൽ ആ അയാൾക്കെതിരെ തോന്നുന്ന ദേഷ്യമാണ് അല്ലേ. ആ ദേഷ്യം നമുക്ക് എന്താണ് ഒരിക്കലും നല്ലത് വരത്തില്ല, നമ്മുടെ പ്രഷർ കൂട്ടാനേ സഹായിക്കുള്ളൂ. അപ്പം നമുക്ക് പിന്നെയും ദേഷ്യം കൂടി വരും. പക്ഷെ ആ സമയത്ത് ശരി, എല്ലാം നമുക്കെതിരെ എത്ര വേണേലും എങ്ങനെ വേണേലും ചെയ്തോട്ടെ, ഈ ചെയ്യുന്നവർക്ക് ഇതിനൊരു ഓപ്പോസിറ്റായിട്ടുള്ള ഒരു കാര്യം അവരുടെ ജീവിതത്തിലും ഉണ്ടാവും. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്കും കാണാം ഇല്ലേ. എപ്പോഴും ഒരാളെ തന്നെ ഈശ്വരൻ ഇങ്ങനെ പരീക്ഷിച്ച് താഴോട്ട് കൊണ്ടുവരില്ല. അങ്ങനെ എത്ര എങ്കിലും താഴോട്ട് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും നമ്മളെ അതിന് പകരമായിട്ട് ഈശ്വരൻ ഉയർത്തിക്കൊണ്ട് വരും. അതിന് ഒരു മാറ്റവുമില്ല. അതുകൊണ്ട് ഒരാളുടെ നാശം എന്നുള്ളത് നമ്മളെപ്പോഴും അങ്ങനെ മനസ്സിൽ കരുതരുത്. ദേഷ്യം വരുമ്പോൾ നമുക്കെല്ലാവർക്കും അങ്ങനെയൊക്കെ തോന്നിപ്പോവുമെങ്കിലും എപ്പോഴും അയാൾ നശിച്ചു പോട്ടെ എന്ന രീതിയിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, അത് തിരിച്ചും വരും. അയാൾ നശിക്കുമായിരിക്കും നാളെ, പക്ഷേ നമുക്കും നാശമുണ്ടാകും. അതിനൊരു മാറ്റവുമില്ല. ശരിയല്ലേ?